മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച കണ്ണൂർ അരിയിലെയിലെ സിപിഐഎം പ്രവർത്തകൻ വെല്ലേരി മോഹനന് നാടുവിട നൽകി. മാതമംഗലം പേരൂരിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ വൻ ജനാവലി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. രക്തസാക്ഷികൾക്ക് മരണമില്ലെന്ന മുദ്രാവാക്യം വിളികളോടെയാണ് വെല്ലേരി മോഹനന് പാർട്ടി പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ, ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ പി ജയരാജൻ, ടി വി രാജേഷ്, എ എൻ ഷംസീർ, എൻ ചന്ദ്രൻ, പനോളി വത്സൻ, എം പ്രകാശൻ മാസ്റ്റർ, എംഎൽഎമാരായ ടി ഐ മധുസൂദനൻ, കെ വി സുമേഷ്, എം വിജിൻ തുടങ്ങിയവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം കിഴക്കേക്കര പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. കൊലപാതക പദ്ധതി തയ്യാറാക്കി ലീഗ് ഗുണ്ടാ സംഘം മോഹനനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സംസ്കാര ചടങ്ങിന് ശേഷം ചേർന്ന അനുസ്മരണ യോഗത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്തുകൊണ്ടാണ് മോഹനനെ കടന്നാക്രമിച്ചത് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആരെയെങ്കിലും ഒരു സിപിഐഎമ്മിനെ ഭാഗമായി നിൽക്കുന്നവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഉന്നം. തലേ ദിവസമുണ്ടായ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് ക്രിമിനൽ സംഘം തീരുമാനിച്ചതാണ് അത്. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗീയമായിട്ട് കടന്നാക്രമിച്ചതിന് ശേഷമാണ് തട്ടി കൊണ്ടുപോകുന്നത്. നിഷ്ഠൂരമായ ഈ കൊലപാതകം യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം. സിപിഐഎം നേതാക്കളും വർഗ ബഹുജന സംഘടനാ നേതാക്കളും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.